പ്രൈവറ്റ് റോഡ് പണിയാം, അത് അവർക്ക് വേണ്ടി. അപ്പോൾ ബാക്കി സൈഡിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ആക്സസ് തടയാൻ പറ്റും. നിങ്ങൾ ആ ചെളിയിൽ ഇറങ്ങാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ? അതേപോലെയല്ലേ ഇവിടുത്തെ ആൾക്കാരുടെയും കാര്യം. ചെളിയുടെ അല്ല ഇത് അന്ന് നമ്മളോട് വന്നിട്ടേ പ്രശ്നം, ചെളിയുടേതല്ല പ്രശ്നം. ഇവിടെ ഒരു റോഡ് വരുന്നു. അപ്പോൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും താമസിക്കുന്ന ആളുകളുടെ യാത്രാ സൗകര്യം അനുവദിച്ചുകൊണ്ടല്ലേ റോഡ് വരേണ്ടത്. അതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഒന്നുകിൽ നിങ്ങളും ഇവിടുത്തെ ഭൂമിയുടെ ഉടമസ്ഥരും തമ്മിൽ സംസാരിച്ചിട്ട് ഒരു ധാരണയിലെത്തുക, അല്ലെങ്കിൽ ഞാനിത് കളക്ടറോട് ആവശ്യപ്പെടും. ഈ കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനം എടുത്തിട്ട് എന്താണെന്ന് തീരുമാനിക്കണം. ഫ്ലാറ്റുകാരായതുകൊണ്ട് ഇവർ ഇടിച്ചു താഴ്ത്തി താറ് പോകുന്നതിനുള്ള ഇത് ചെയ്ത് കൊടുത്തു, സൗകര്യം ചെയ്ത് കൊടുത്തു. ഇതെല്ലാം ലൂസ് മണ്ണാണ്, ഈ സൈഡ് മുമ്പ് ലൂസ് മണ്ണാണ്, ഉറപ്പില്ല. അപ്പോൾ ഇതിനിടയിൽ താഴ്ത്തി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാവരും ഏതാ എന്താ പറഞ്ഞ അല്ല, ഇപ്പം ഇവിടെ അന്ന് എല്ലാം കൂടെ വന്നിട്ട് പണി സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പോയാണ്. നമ്മൾ വന്നതിൻ്റെ അന്ന് ഈ പോസ്റ്റ് മാറ്റിയിടേ, അന്ന് പറഞ്ഞ ഇവിടെ തീരുമാനം ഉണ്ടായതിന് പോസ്റ്റ് മാറ്റി. ഈ പോസ്റ്റ് ഇപ്പം പുള്ളിയുടെ കമ്പൗണ്ടിലാണ് എടുത്തിട്ടിരിക്കുന്നത്. അല്ല, ഇവരുടെ വർക്കിന്റെ സൂപ്പർവൈസർ ആയിരുന്നു. എങ്ങനെയാണ് വീട്ടിൽ ഒരു വഴി ഉള്ളതിന്റെ പേര് അപ്പുറത്തെ നമ്മൾ കല്ല് ഒന്നും ആദ്യത്തെ കള്ളതാണ്. വഴി ഉള്ളതിന്റെ ഇവിടെ കൂടെ ഓട ചെയ്യണം. ഓട എന്ന് പറഞ്ഞാൽ ഒരാൾ പൊക്കത്തിലെന്ന് പറഞ്ഞു അവിടെ ഇരിക്കുന്ന വീട്ടുകാരെല്ലാം പിന്നെ ഈ വാട്ടർ കണക്ഷൻ ഈ ഓടയുടെ അടിയിലാക്കി അവർ കോൺക്രീറ്റ് ചെയ്യും. ഒരു കണക്ഷൻ എടുക്കണമെങ്കിൽ കുട്ടിയെ പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പൈപ്പ് കണക്ഷൻ എല്ലാം അവർ JCB തോണ്ടി മാറ്റി എല്ലാം ആയിരുന്നു. അന്ന് വെള്ളം ഇല്ലായിരുന്നു. ഇത് ഇവർക്ക് വേണ്ടി ആസ്റ്ററിന് വേണ്ടിയിട്ടുള്ള റോഡാണ്. ഇത് പ്രൈവറ്റ് റോഡ്. അതാണ് അന്ന് അവർ പറഞ്ഞത്. എന്താ പറഞ്ഞ റോഡ് ചെയ്യുന്നുണ്ടെന്ന് അല്ല, അതിതാണ് അല്ല, നമ്മളാ മറ്റേ ഇത് ഹൈവേ കാണാൻ വന്നപ്പോൾ അല്ല. പക്ഷെ പ്രൈവറ്റ് റോഡ് പണിയുമ്പോൾ പ്രൈവറ്റ് റോഡിന് പുറമെ പ്രൈവറ്റ് റോഡ് പണിയാം, അത് അവർക്ക് വേണ്ടി. അപ്പോൾ ബാക്കി സൈഡിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ആക്സസ് തടയാൻ പറ്റും. നമുക്ക് കൂടെ പിന്നെ അവകാശം ഉള്ളതുമാണ്. സഞ്ചാര സൗകര്യം തന്നുകൊണ്ടാണ് നിങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്ത കോർപ്പറേഷൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അതെ 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 അതുകൊണ്ടാണ് ഞാൻ വന്നത്. വളരെ അല്ല, അങ്ങനെ വരുമ്പോണ്ടല്ലോ നിങ്ങളെല്ലാവരും കൂടി തടയണം. മിനിഞ്ഞാന്ന് തടഞ്ഞതാണ്. ആരോ എൻക്വയറിക്ക് വന്നു. അസോസിയേഷൻകാർ പറഞ്ഞു ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാം എന്താ സംഭവം? വണ്ടി ഒതുക്കട്ടോ. ആരാണെങ്കിലും ശരി, നിങ്ങൾ ആ ചെളിയിൽ ഇറങ്ങാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ? അതേപോലെയല്ലേ ഇവിടുത്തെ ആൾക്കാരുടെയും കാര്യം. മാറ്റി കുഴിച്ചിട്ട് വീണ്ടും അവർ ഇങ്ങോട്ടും പ്രശ്നമാണ്. ഓട ചെയ്തു തരണം, പണി ചെയ്തോണ്ടിരിക്കും. നമ്മളിപ്പോ തടഞ്ഞു രാവിലെ. ഇത് അന്ന് നമ്മളോട് വന്നിട്ടേ പ്രശ്നം ചെളിയുടേതല്ല പ്രശ്നം. ഇവിടെ ഒരു റോഡ് വരുന്നു. അപ്പോൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും താമസിക്കുന്ന ആളുകളുടെ യാത്രാ സൗകര്യം അനുവദിച്ചുകൊണ്ടല്ലേ റോഡ് വരേണ്ടത്. അതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഈ റോഡ് ഇനി ഒരു മീറ്ററോളം പൊങ്ങും. പൊങ്ങുന്നുണ്ട്. കാരണം നമുക്ക് നേരത്തെ കിടന്ന ലെവലിൽ വീണ്ടും നമ്മൾ റോഡ് ചെയ്യാൻ വീണ്ടും പൊങ്ങി പോകത്തേ ഉള്ളൂ. ഈ മണ്ണെടുത്ത് മാറ്റി ഇവിടെ ഇനി സോളിങ് വരും. ഇവിടെ ഉറപ്പില്ല, കളിമണ്ണാണ്. ഇതിന് സോളിങ് ചെയ്ത് ഉറപ്പിച്ച് അതിന്റെ മണ്ണിൽ GSBW റോഡിൻ്റെതായ ഹൈറ്റ് പൊങ്ങും. ഏകദേശം ഈ ലെവലിൽ വീണ്ടും ഒരു മീറ്ററോളം ഇനി പൊങ്ങാനുണ്ട്. അതാണ് ഇവർക്കുള്ള ആക്സസ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ കൊടുക്കും. അകത്തോട്ട് അവർക്ക് എല്ലാം കൊടുക്കും. നമ്മൾ ഈ കൊടുത്തതുപോലെ എല്ലാവർക്കും ആക്സസ് കൊടുക്കും. കേട്ടത് ഇനി എനിക്കൊരു ഓപ്ഷൻ. എൻ്റെ സ്ഥലമുണ്ട്. ഇത് മൂന്നാമത്തെ പ്രാവശ്യം ഇടിക്കും. മൂന്നാമത്തെ പ്രാവശ്യം. ഇനിയിപ്പോൾ ഇവര് പറയുന്ന കണക്ക് ഇത് 1 മീറ്റർ പൊക്കുമെന്ന് പറഞ്ഞു. ഇത് ആരും കണ്ടില്ല. ഈ 1 മീറ്റർ പൊക്കി 80 സെന്റിമീറ്റർ ട്രോളിങ്ങും കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് എത്ര പൊക്കം? ഇതിപ്പോൾ എത്ര മീറ്റർ പൊക്കം ഉണ്ട്? നമ്പർ 1. നമ്പർ 2, നമ്മുടെ ഈ പുരയിടം എല്ലാം ഒരേ രീതിക്ക് കിടക്കണ. ഇനി എവരെ ഇഷ്ടത്തിന് എവര് റോഡ് ചെയ്തതിന് ശേഷം
ഇനി അവരുടെ ഇഷ്ടത്തിന് അങ്ങേയറ്റം വരെ റാമ്പ് ചെയ്ത് തരണം, നമുക്കെന്താ അതിന്റെ ആവശ്യം തോന്നുന്നു? നേരത്തെ ടാർ ഉണ്ടായിരുന്ന റോഡ്, ആ റോഡ് കണക്ക് ചെയ്യാനായിട്ട് ഇവർക്ക് 1 മീറ്റർ താത്താൽ മതിയായിരുന്നു. ഇവർ 6 മീറ്ററും 5 മീറ്ററും താക്കാൻ പോയതിന്. സാർ ഒരു കാര്യം, ഈ സൈഡിൽ നോക്കുമ്പോഴാണ് ഇത്രയും വലിയ കട്ടിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഉള്ളവർക്ക് അറിയാം, ഇവിടെ സെന്ററിൽ മാത്രമേ വണ്ടിയോട് കോമ്പാക്ഷൻ ഉള്ളൂ. 2 സൈഡിൽ നിന്ന് ഇങ്ങനെ ചരിഞ്ഞ് നടക്കുന്നത്. ഈ പറയുന്ന പ്ലോട്ടിൽ റാമ്പോ നിൽക്കണ പഴയ റോഡിന്റെ സെന്ററിലായിരുന്നു. ഇവിടെ ഉള്ളവർക്ക് അറിയാം, തർക്കിക്കാൻ പറഞ്ഞതല്ല, ഇവിടെ ഉള്ളവർക്ക് അറിയാം. ഇത് ഈ പ്ലോട്ടിലോട്ട് കയറാനുള്ള വഴിയുടെ റാമ്പ് ഈ റോഡിന്റെ സെന്ററിലാണ് വന്നിരുന്നത്. ഇവിടെ ഉള്ളവർക്ക് അറിയാം. അപ്പോൾ ഇവിടെ സത്യം സെന്ററിൽ നമ്മൾ 1 മീറ്റർ താത്തിട്ടുള്ളൂ. ഈ 2 സൈഡിൽ നിന്നും ചരിഞ്ഞാണ് കിടക്കുന്നത്. ഈ വണ്ടി ഓടി സെന്റർ പോർഷൻ മാത്രമേ കോമ്പാക്ഷൻ ആയിട്ടുള്ളൂ, ബാക്കി 2 സൈഡിൽ ചരിഞ്ഞാണ് കിടക്കുന്നത്. ഇത് തൂക്കരിഞ്ഞെടുത്തപ്പോൾ ഇത്രയും കട്ടിങ് തോന്നുന്നതാണ്. ഈ ഹൈറ്റിനോട് നമ്മൾ ഇടിച്ച് താത്തിട്ടില്ല. ഈ പ്ലോട്ടിന്റെ ഉടമസ്ഥ ഞാനാണ്. എനിക്ക് 2 കാര്യം മതിയാണ്. എൻ്റെ വിളയിലേക്ക് എനിക്ക് ഫ്രീ ആയിട്ട് കയറണം. നേരത്തെ കയറിക്കൊണ്ടിരുന്നു. ഈ നിങ്ങൾ ഇടിച്ചിട്ട് മതിൽ കെട്ടുക. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഒരു കാര്യമുണ്ട്. ഈ പോർഷൻ കുറച്ച് ഇറങ്ങി നിൽക്കുവാണ്. കാരണം നമ്മൾ പഴയ കെട്ട് അകത്താണ്, ഈ കെട്ട് സ്ഥലം ഇറങ്ങി നിൽക്കുവാണ്. അപ്പൊ അതിനും കൂടി ഒരു പരിധി നോക്കാം സാറേ. ഞാനിത് എൻ്റെ ശ്രീകണ്ഠൻ നായർക്ക് വിലയ്ക്ക് വാങ്ങിയതാണ്. വിലയ്ക്ക് വാങ്ങി അദ്ദേഹം തന്നെ നിന്ന് എനിക്ക് കാമ്പൗണ്ട് വാൾ കെട്ടി തന്നു. പട്ടയം പിടിച്ച് കരം കെട്ടി 10-15 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു നിങ്ങൾ 4-5 വർഷത്തിന് മുമ്പേ ഇതുപോലെ ഒരു ഇടി ഇടിച്ചപ്പോൾ ആ മൂലമുട്ട് താന്നു. മൂലമുട്ട് താന്നപ്പോൾ നിങ്ങളുടെ മോനല്ല വേറെ ആരുമാണ് ഒന്ന് പറഞ്ഞപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല, പൈസ ഞങ്ങൾ തരാൻ കെട്ടിക്കൊള്ളാം. കെട്ടിയപ്പോൾ 2-3 വണ്ടികളിൽ കുറച്ച് 10-12 മോതിരമിട്ട് കുറേ ആളുകൾ വന്നിറങ്ങി. ദൈവാധീനം കൊണ്ട് ശ്രീകണ്ഠൻ നേരം അൺഎക്സ്പെക്റ്റഡായിട്ട് വന്ന് കയറി. അദ്ദേഹം പറഞ്ഞു, ആർക്കട ഇറക്കി കണ്ടത്? ഞാൻ കൊടുത്ത വസ്തുവിനെന്ന് പറഞ്ഞ് അദ്ദേഹം നിന്ന് കെട്ടിയ മതിലാണിത്. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് തോന്നുമ്പോൾ ഓരോ പ്രാവശ്യം വരികയും ഇടിക്കുകയും താഴ്ത്തുകയും. അപ്പോഴല്ല അന്ന് ഈ 5 വർഷത്തിന് മുമ്പേ ചെയ്തപ്പോൾ 8 മീറ്ററിൻ്റെ കഥ പറഞ്ഞില്ല, 10 മീറ്ററിൻ്റെ കഥ പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അപ്പം നിങ്ങൾ കുറേ കഴിയുമ്പോൾ വരുന്നത് 25 മീറ്റർ ആണെന്ന് പറയും, പിന്നെ വരും 40 മീറ്റർ ആണെന്ന് പറയും. അപ്പോൾ ഞാൻ ചെറുതരുന്നില്ല. ഞാൻ വില കൊടുത്ത് വാങ്ങിച്ച് ചുറ്റുമതിലും കെട്ടി ഞാൻ കരവും കെട്ടി ഇരിക്കുന്ന വസ്തുവിനെ നിങ്ങളിങ്ങനെ വീതി കൂടുമെന്ന് പറഞ്ഞാൽ അതിന് നിയമ നടപടികളൊന്നുമില്ല. ജനാധിപത്യ വ്യവസ്ഥയിലിരിക്കുന്നു. ഓക്കെ, ഇതിപ്പോൾ 10 മീറ്റർ ശ്രീധരന്റെ ഓണർ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചതാണ്. അതിന് ആധാരമുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കാമല്ലോ. ബൗണ്ടറി അത് വെച്ച് നമുക്ക് നോക്കാം. ഇന്നലെയാണ് വാങ്ങിച്ചത്. അവർക്ക് സഞ്ചാരം ഒരിക്കലും നമ്മൾ പറയുന്നില്ല. ഞാൻ പറഞ്ഞോട്ടെ, വീതിയുടെ കാര്യം പറഞ്ഞതാണ്. വീതിയുടെ കാര്യം പറഞ്ഞാൽ സഞ്ചാരം യോഗ്യ സഞ്ചാരമായ ഇത് കൊടുക്കാനാണ് ഇല്ലാന്ന് പറയുന്നില്ല. എന്ത് വാങ്ങിച്ചു അല്ലല്ല ഞാൻ പറഞ്ഞപ്പോ നമ്മൾ ഇഷ്ടത്തിന് വീതി സാറ് പറഞ്ഞവരോട് ഇപ്പൊ നമ്മൾ ഇഷ്ടത്തിന് വീതി കൂട്ടുന്നു കുറയ്ക്കുന്നു എന്ന് പറഞ്ഞതിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞുള്ളൂ. അല്ലെ വേറെ എതിർത്ത് പറഞ്ഞതല്ല. അപ്പൊ ഇതിനൊരു വ്യക്തമായൊരു ഈ 10 മീറ്റർ വാങ്ങിയത് ഇദ്ദേഹത്തിന്റെ സ്ഥലം വാങ്ങിയതാണോ? അല്ല, എനിക്ക് അങ്ങനെ കൂടുതൽ എനിക്ക് അറിയാം, ചോദിക്കാം. കാരണം 10 മീറ്റർ ഓണറിന്റേതാണെന്നാണ് പറയുന്നത്. 10 മീറ്ററിന്റെ 1 കിലോമീറ്ററിന്റെ അകത്ത് 920 മീറ്റർ ഉണ്ട്. അവിടെ നമ്മൾ സീറോ ബൈപ്പാസിന്റെ അവിടെ നമ്മൾ ഈ വാസിന്റെ അവിടെ വരെ ഈ പോർഷനിൽ മാത്രമാണ് വീതി ഇല്ലാത്തത്. ബാക്കി എല്ലായിടത്തും വീതിയുണ്ട്. ഈ അതായത് ഈ ഇവിടുത്തെ വസ്തു ഉടമകളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങിയ ഭൂമി, ആ വാങ്ങിയ ഭൂമിയിലാണ് ഈ റോഡ് പണിയുന്നതെന്നാണ് നിങ്ങളുടെ പോയിന്റ് ആണോ? അല്ല, ആ ഭൂമിയിൽ റോഡ് പണിയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന മതിലും അതൊക്കെ നിങ്ങൾ വീണ്ടും പണിത് കൊടുക്കുമോ? അല്ല സാറേ, ഈ പോർഷനിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ നേരത്തെ കറക്റ്റ് ബൗണ്ടറി ഉള്ളതാണ് നമ്മൾ തിരിച്ച് പണിഞ്ഞു കൊടുക്കും. ഇവിടെ നമ്മൾ ഇടിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ ഇടിച്ചതല്ല, ഈ മണ്ണിന്റെ പ്രശ്നം വെച്ച് ഇടിഞ്ഞു പോയി. ഇത് നമ്മൾ കെട്ടിക്കൊടുക്കാം. ഇത് കെട്ടിക്കൊടുക്കും, ഇത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ വന്ന് അത് കൊടുക്കും. രണ്ടാമത്തെ പോയിന്റ്. ആദ്യം മതിലിന്റെ കാര്യം അല്ല, നമ്മളിത് കെട്ടിക്കൊടുക്കാം. അല്ല, ഈ മതിലിന്റെ കാര്യത്തിലോ ഇതെന്ന് വെച്ചാൽ ഇറങ്ങി ഇവിടെ നിൽക്കണം. അതിനൊരു പരിഹാരം എങ്ങനെയാണെന്നുള്ള നോക്കിയിട്ടാണ് അതിനൊരു പരിഹാരം പറയാൻ. അല്ല, നിങ്ങൾ സ്ഥലം വാങ്ങിയതാണെങ്കിൽ ആ നിലവിൽ മതിൽ ഉൾപ്പെടെ നിങ്ങൾ ഇടിച്ചു കളയുമ്പോൾ മതിൽ മാറ്റി പണിത്. നമ്മളിപ്പോ ബൗണ്ടറി അകത്താണെങ്കിൽ ഇവര് ഇറക്കി വെച്ച് കെട്ടിയത്. അപ്പൊ അവരെ ഇതിൽ നിന്നല്ല അകത്തോട്ട് മാറ്റി കെട്ടേണ്ടത് വരേണ്ടത് എന്ന് പറഞ്ഞാൽ അവരുടെ ഭൂമിയല്ല വാങ്ങിയത് എന്നാണോ? സാറിന്റെ സ്ഥലമാണോ എന്ന് നമ്മൾ MD വാങ്ങിച്ചത് എനിക്ക് അറിയത്തില്ല. തൊട്ട് മുന്നത്തെ ആയിരിക്കാം. മുൻ ഓണർ ശ്രീകണ്ഠൻ നായരാണ്. തൊട്ടപ്പുറത്ത് തന്നെയുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് വാങ്ങിച്ചത്. ആ വസ്തു അദ്ദേഹം എനിക്ക് എഴുതി തന്നു, നിങ്ങൾക്ക് എഴുതി തന്നു എന്നുള്ളത് കൊണ്ട് അങ്ങനെയാണോ ഈ പറഞ്ഞതിൽ ഞാൻ മനസ്സിലാക്കാൻ? എനിക്കിപ്പം ഇത് ഇതിന്റെ ഫസ്റ്റ് ഓണർ ആരെയാണ് വാങ്ങിച്ചത് എനിക്ക് അറിയില്ല. അപ്പൊ അതും കൂടെ മനസ്സിലാക്കിയിട്ട് വരുന്നതാണ് നല്ലത്. അല്ല, ഈ അദ്ദേഹം നിങ്ങൾക്ക് റോഡിനുള്ള സ്ഥലം കൊടുത്തിട്ടാണോ ബാക്കിയാണ് നിങ്ങൾക്ക്
അല്ല ഇവിടെ ആരേതാണ് നമ്മളിപ്പോ ഇത് മേടിച്ചെന്നുള്ളത്? അതിപ്പോ സ്ഥലം നോക്കിയല്ല ഇത് അളന്ന് കഴിഞ്ഞാൽ ഈ വഴി ഈ വഴി ഇവിടെ ഓരോരുത്തരും പുരടുത്ത് നിന്ന് 5 പ്രമാണം ചെയ്തതും ബാക്കിയെല്ലാം പണം കൊടുത്ത് എഴുതി വാങ്ങിച്ചതാണ്. പിന്നെ ഈ മതിലൊക്കെ പണ്ട് ഇരിക്കുന്നതാണ്. ഈ റോഡ് സാറ് 10 മീറ്റർ റോഡിന്റെ വീതിയിൽ പ്രമാണം ചെയ്ത് വെച്ചു. ശരി തന്നെ 10 മീറ്റർ വാങ്ങുമ്പോൾ അവിടെയുള്ള ഭൂമിയുടെ ഉടമസ്ഥരായിട്ടുള്ള ആ മതിൽ വീണ്ടും കെട്ടിക്കൊടുക്കാനുള്ള അഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണോ വാങ്ങിയത്, അതോ ഞങ്ങൾ 10 മീറ്റർ ഞങ്ങൾ എടുക്കും പിന്നെ മതിൽ കെട്ടണോ വേണ്ടിയോ എന്നുള്ള കാര്യം അവർ തീരുമാനിക്കുക എന്നുള്ളതാണ്. മതിലില്ലായിരുന്നു അപ്പോഴേ, അതിനുശേഷം പഠിത്തം. ശ്രീകണ്ഠൻ നായര് ഇവിടെ മതിലുണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യും ഈ പ്രശ്നത്തിന് തർക്കത്തിന് പരിഹാരം കണ്ടെത്തണമെങ്കിൽ വില്ലേജ് ഓഫീസർക്കേ പറ്റുള്ളൂ. കാരണം വില്ലേജ് ഓഫീസർ വന്ന് ഈ വാസ്തു നേരത്തെ വിറ്റതിന് ശേഷം ശ്രീകണ്ഠൻ നായർ വിറ്റ സമയത്ത് കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലാതെ വിറ്റതാണോ, അതോ ശ്രീകണ്ഠൻ നായർ വിൽക്കുമ്പം ഈ മതിൽ അദ്ദേഹം പണിത് കൊടുത്തത് തെറ്റായിട്ടുള്ള സ്ഥലത്താണോ വന്നത് എന്നുള്ളത് പരിശോധിക്കട്ടെ. പക്ഷേ കല്ലകത്താണ് കിടക്കുന്നത്, ഈ മതിലിനകത്താണ് കിടക്കണം. സർവേക്കല്ല് കോർണറിൽ. സർവേക്കല്ല് ആരുടെ ഇട്ട്? പണ്ട് സർക്കാർ ഇട്ടിക്കണം. പണ്ട് റോഡിന് വേണ്ടിയാ? അല്ല, വസ്തുവിന്റെ. അല്ല, പണ്ട് വില്ലേജേ പഴയ കല്ല് കിടപ്പുണ്ട്. അല്ല, സർക്കാർ കല്ലിടൂലല്ലോ, സർക്കാർ അക്വസിഷൻ വില്ലേജ് താലൂക്കേ ഇടൂല. അതായത് സർക്കാർ വില്ലേജ് ആണെങ്കിലും താലൂക്ക് ആണെങ്കിലും ആരാണെങ്കിലും നമ്മൾ പുതിയ തർക്കങ്ങൾ. ഇവിടെ മതിലുണ്ട്, ഈ ഭാഗത്തും മതിലുണ്ട്. ആരാ? ഇദ്ദേഹത്തിന്റെ ഈ ഭാഗത്ത് മതിലുണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ പോയിന്റ് ഭൂമിയുടെ അതിർത്തിയെ സംബന്ധിച്ചിട്ടുള്ള തർക്കമാണ് ഇപ്പോൾ ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഈ മതിൽ പണിയുന്നതിനെ കുറിച്ചാണ് ഒരു തർക്കം. രണ്ടാമത്തെ തർക്കം, ഇത് പണിത് കഴിഞ്ഞാൽ ഓട കഴിഞ്ഞിട്ട് ആളുകൾക്ക് അവരുടെ സ്ഥലത്തേക്ക് പോകാനുള്ള വഴിയും. ഇതിനാണ് ഇത് 2 പ്രശ്നങ്ങളാണ്. അതിൽ നിങ്ങൾ നേരത്തെ തമ്മിലുള്ള ധാരണ എന്താ? അതായത് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഇവർ സ്ഥലം വാങ്ങി, പോയിന്റ് സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ഭൂമിയിലേക്ക് വാഹനം പോകാനുള്ള സൗകര്യം, അതാണ് റാമ്പ്, അല്ലെങ്കിൽ സ്റ്റെപ്പ് മതി നടന്നു കയറി പോകാനാണെങ്കിൽ. അങ്ങനെയുള്ള എന്താണ് നിങ്ങൾ തമ്മിലുള്ള ധാരണ വല്ലതും ഉണ്ടായിരുന്നോ? അത് സംഭവിച്ചു. ഇവര് ഭൂമി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്റെ ഭൂമിയിൽ എനിക്ക് കുഴി കുഴിക്കാവുന്ന ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് പരിഹാരം കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു കാര്യം ഒന്നുകിൽ നിങ്ങളും ഇവിടുത്തെ ഭൂമിയുടെ ഉടമസ്ഥരും തമ്മിൽ സംസാരിച്ചിട്ട് ഒരു ധാരണയിലെത്തുക, അല്ലെങ്കിൽ ഞാനിത് കളക്ടറോട് ആവശ്യപ്പെടും. ഈ കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനം എടുത്തിട്ട് എന്താണെന്ന് തീരുമാനിക്കണം. നിങ്ങൾ ദ്രോഹിക്കാനല്ല, നിങ്ങൾ നിങ്ങളുടെ പണിയെടുക്കുന്നു. ചേട്ടൻ പറയുന്നുണ്ട് അവർ കേരള ആക്സസ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം, തൽക്കാലം ചരിച്ചു കൊടുക്കാം, കേരള കൊടുക്കാം. പുള്ളി അത് വേണ്ടെന്ന് പറഞ്ഞിരിക്കോ? ഇത് ഇവിടെ വന്ന് മനസ്സിലാക്കിയതിൽ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ വസ്തു ഇവർ വാങ്ങിക്കുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത്. വാങ്ങിക്കുന്ന സമയത്ത് അവർക്കും സഞ്ചരിക്കാനുള്ള അവകാശം പറഞ്ഞുകൊണ്ടാണ് ഈ വസ്തു വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ വസ്തുവിൽ ഇവര് ഇടിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവരുടെ അവകാശം ഇവരുടെ കൂടെ ചോദിച്ചിട്ടല്ലേ ചെയ്യാവൂ? അത് റൈറ്റ് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ തമ്മിൽ സംസാരിക്കും. നിങ്ങൾ ഈ ഓണർമാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, എത്ര വീട്ടുകാരുണ്ട് ഈ 2 സൈഡിലായിട്ട്? എല്ലാം കൂടി ഇവിടെ ഇപ്പൊ ഈ 1 2 3 4 ആളുകളുടെ 5 6 പേരേ ഉള്ളൂ. അങ്ങേറ്റം വരെ ഞാൻ പറയുന്നറിയാം. നിങ്ങൾ ഈ 2 സൈഡിലും നിങ്ങളെ വസ്തു ഉടമകളായിട്ടുള്ള ആളുകൾ, ആ ആളുകളോട് സംസാരിക്കും. ഓരോരുത്തരുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കും. അല്ല, അതേ ഞാൻ പറയുന്നത് ഈ ഓരോ ഉടമസ്ഥനോട് സംസാരിച്ച് പരസ്പര ധാരണയിലെത്താൻ പറ്റുമോ എന്ന് ശ്രമിക്കുക. തർക്കമാണെന്നിരിക്കട്ടെ,
നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ബാക്കി എല്ലാവരോടും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഇടിഞ്ഞു പോയി തിരിച്ചു പോകാൻ എല്ലാവരോടും സംസാരിക്കുമ്പോൾ ആകെ എത്ര അല്ല ഭൂ ഉടമസ്ഥരായിട്ട് എത്ര ആൾക്കാരുണ്ട്? അല്ല അത് മൊത്തം പറയണമെങ്കിൽ ഒരു 17ഓളം വരും. 17. ഈ 17 പേരിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുന്ന എത്ര ആൾക്കാരുമായിട്ടാ? അതെ, നമ്മുടെ 1, 2, 3 പേര്. അല്ലല്ല, താഴോട്ടുണ്ട്. അത് പണിയാണ്. അല്ല അതെങ്ങനെ ഈ റോഡിൽ പറഞ്ഞല്ലേ നിങ്ങൾ ചുമ്മാ താഴെയുള്ള 2 ചേട്ടാ അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതായത് ആ ഹൈവേയുടെ സർവീസ് റോഡ് തൊട്ട് ഇവിടെ വരെയാണല്ലോ സ്വകാര്യ റോഡ്. ആ സർവീസ് റോഡിന്റെ 2 വശങ്ങളിലായിട്ട് ഭൂവുടമസ്ഥരായിട്ടുള്ള ആളുകൾ ധാരണയിലെത്താൻ ശ്രമിക്കുക. ആ ധാരണയിലെത്താൻ ശ്രമിച്ചിട്ട് ആ ധാരണയിലെത്താൻ പറ്റുന്നില്ല എന്നിരിക്കട്ടെ, അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്നല്ലേ? നമ്മളിപ്പോ ഇവരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന സ്റ്റാർട്ടിങ്ങിലുള്ള തർക്കം തീർന്നിട്ടില്ല എന്നാണ് സംസാരിക്കുന്നത്. ഇതിൽ വേറൊരു വിഷയം കൂടെ ഉണ്ട്. സാർ ഇവിടെ ചെയ്യാൻ പറ്റും. ഇവിടെ റോഡ് പൊങ്ങും. ഈ നിക്കണ 1 മീറ്റർ പൊങ്ങുന്നുണ്ട്. സംബന്ധിച്ചു ഞാൻ പറയുന്നത് എന്നെ ബോധ്യപ്പെടുത്തുകയല്ല, അവരെ ബോധ്യപ്പെടുത്തുക. കേൾക്കുന്നില്ല. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞോട്ടെ. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കോർപ്പറേഷന്റെ 4 മീറ്റർ വഴിയുണ്ട്. ആ വഴിയിൽ ഇവർ ഓർഡർ ചെയ്യും. പക്ഷെ ആ ഓർഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതൊക്കെ 2 മീറ്റർ പൊക്കത്തിലാണ് ചെയ്യുന്നത്. അപ്പൊ അപ്പുറത്തുള്ള വീട്ടുകാർക്ക് അതിനകത്ത് പോകാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. അല്ല എന്തായാലും നിങ്ങൾ സംസാരിച്ചു എന്ന് പറയുന്നു. പക്ഷെ അവർക്ക് ഇതായിട്ടില്ല, സെറ്റിൽമെന്റ് ആയിട്ടില്ല. സാറിന്റെ പ്രസൻസിൽ ഇത് ചെയ്തു കൊടുക്കണം.